നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പം നോക്കാൻ പോകുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വിഷമിപ്പിച്ചു പോയ ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനും അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ചതിൽ എന്തെങ്കിലും ഒരു വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് ഞാനിപ്പം നോക്കാൻ പോകുന്നത് കേട്ടോ. ഉപേക്ഷിച്ച് പോകുമ്പോഴുള്ള ഇതും ഇപ്പോഴുള്ള കറണ്ട് തോട്ടാണ് അവരുടെ ആ വ്യക്തിയുടെ, നിങ്ങൾ ആരെയാണോ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ കറണ്ട് തോട്ടാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. ഓക്കെ, ഇതിപ്പോൾ അവരുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത് കേട്ടോ. കറണ്ട് എനർജിയാണ് അവരുടെ. ഇത് എന്തെല്ലാം വിചാരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ ഓർത്ത് അവർക്ക് എന്തൊക്കെയാണ് വിചാരങ്ങൾ എന്നുള്ളത് നോക്കാം. വിഷമമുണ്ടോ എന്താണെന്ന് നോക്കാം. ഓക്കെ, 4 കാർഡ് എടുക്കുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് എംപറസ് ആണ് കേട്ടോ. 4 കാർഡ് എടുത്ത് വെച്ചതിൽ അവർക്ക് വലിയത് ഇപ്പോൾ ഉള്ള ഇതിൽ ഇടയ്ക്ക് വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ട് അവർക്ക് കേട്ടോ. 4 ഓഫ് കപ്സ് വന്നതിൽ അവർക്ക് ഇടയ്ക്ക് വിഷമം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആഘോഷമാവാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ആഘോഷം, സ്ത്രീ സുഹൃത്തുക്കളുമായിട്ടുള്ള ആഘോഷങ്ങളാണ് കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങളെ അവരുടെ ആ സോഫ്റ്റ് പവർ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഇനിയും മെരുക്കി കൊണ്ടുവരാമെന്നാണ് അവരുടെ വിചാരം കേട്ടോ. അവരുടെ മനസ്സിലപ്പത്തെ വിചാരം എന്ന് പറയണത് ഇങ്ങനെ, ഇനിയും സോഫ്റ്റ് പവർ ഉണ്ടല്ലോ അവർക്ക്. അവരെങ്ങനെയായിരുന്നു നിങ്ങളെ മയക്കിയെടുത്ത് കൊണ്ടുവന്നത് ആ രീതിയിൽ തന്നെ മയക്കിയെടുത്ത് കൊണ്ടുവരാമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്താണ് ജോലിയിലാണെങ്കിൽ ജോലി അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ അതാണ്. പക്ഷേ ഇടയ്ക്ക് നിങ്ങളെ പോയാൽ ഒരു ചെറിയ രീതിയിലൊരു വിഷമമുണ്ട് കേട്ടോ. വിഷമം ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. വേറെ ഒരു കപ്പുണ്ട്, പുറത്തുനിന്നൊരു കപ്പും നീട്ടിയിട്ടും വേണ്ട, ആ 3 കപ്പിലാണ് അവരുടെ ആ നോട്ടം മുഴുവൻ. അതുകൊണ്ട് വിഷമം ഉണ്ട്. പക്ഷേ എന്നാലും അവരുടെ ആഘോഷങ്ങളിലുമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ കണ്ടോ, സ്ത്രീ സുഹൃത്തുക്കളും ഒന്നുകിൽ ഓഫീസിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള എന്തോ ഒരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. പിന്നെ അവർക്കൊരു മനസ്സിലൊരു വിചാരമുണ്ട്, നിങ്ങളെ എങ്ങനെയാണോ ഇതുവരെ എന്തു പറഞ്ഞിട്ടാണോ അവരുടെ ആ സോഫ്റ്റ് പവർ ഉപയോഗിച്ചിട്ട് മയക്കിയെടുത്തത്, എന്തു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ടൈപ്പ് ആയിരിക്കാം, അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് വന്നിരിക്കുന്നത് അതാണ്. ആ രീതിയിൽ തന്നെ നിങ്ങളെ ഇനിയും മയക്കി എന്നുവെച്ചാൽ അവരുടെ ആ ഇതനുസരിച്ചിട്ട് നമ്മളെ അങ്ങനെ ആ തോട്ടിൽ കൊണ്ടുവരിക. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കില്ല നിങ്ങൾ. കാരണം ഇവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അവരതാണ് എന്ത് ചെയ്താലും എങ്ങനെയെങ്കിലും നിങ്ങളെ ഈ സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാമെന്ന് അവരുടെ ഒരു മനസ്സിൽ വിചാരമുണ്ട് കേട്ടോ. ഇപ്പോൾ ജോലി നടക്കുന്നുണ്ട്, അതിലും കുറച്ചൊക്കെ കൺട്രോളൊക്കെ പോകുന്നുണ്ട്. കുറച്ചൊക്കെ അവർ ജോലിയിൽ അശ്രദ്ധയാവുന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒരു ഇതായിപ്പോണ്ട്. ബാക്കി സേവിങ്സും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തോട്ടും ഉണ്ട്, ഇടയ്ക്കൊരു വിഷമവും കാണുന്നുണ്ട്. ഇപ്പോൾ ഇടയിലൊരു വിഷമം കാണുന്നുണ്ട്. കാരണം കപ്പ് നീട്ടുന്നുണ്ട്, വേറെ ഒരു കപ്പിനും അവർ 3 കപ്പുണ്ട്, അത് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. ആഘോഷങ്ങളൊക്കെയാണ്. ഇനി ഒരു ബോട്ടം വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ അവർക്ക്. നിങ്ങൾ ഹാപ്പിയായി സെൽഫ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് അവർക്കൊരു വിചാരമുണ്ട്. അതാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അവർ പറഞ്ഞതിൽ നിന്നൊക്കെ ചെറിയ ഒരു മാറ്റം വന്നിട്ട് നിങ്ങൾ അത് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടോ എന്നും കൂടി ഒരു ഡൗട്ടുണ്ട്. പക്ഷെ അവരുടെ ആഗ്രഹം ഈ രീതിയിൽ മയക്കിയെടുക്കാമെന്നാണ്. കാരണം മീൻസ് അവരുടെ സോഫ്റ്റ് പവർ എന്ന് വെച്ചാൽ സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ട് എന്തു പറഞ്ഞും നിങ്ങളെ ആ രീതിയിൽ അവരുടെ വഴിക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു തോന്നലുമുണ്ട് അവർക്ക് കേട്ടോ. അതാണ്. അപ്പം നിങ്ങൾ പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അവർക്ക്. കാരണം അവരിൽ നിന്ന് അകന്നു പോയോ ഇനി വേറെ ആ ഒരു സംശയമുണ്ട് അവർക്ക്. അതിനാണ് 3 ഓഫ് വാൺസും പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ആക്ഷൻ, വേറെ എന്തെങ്കിലും നമ്മൾ മുന്നോട്ട് പോകാൻ വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളതും കാണുന്നുണ്ട് കേട്ടോ. പിന്നെയും ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ അവർക്ക് അവരുടെ ആ ഇതുണ്ടല്ലോ, ഒരു
അവർ ആ പവർ വിട്ടൊരു ഒന്നും കളിക്കില്ല അവർ കേട്ടോ. ഒരു താഴേക്ക് ഒരു വിധത്തിലും അവർ ഇറങ്ങി വരില്ല. നിങ്ങളെ വേദനിപ്പിച്ചതായിരിക്കാം, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയാണെങ്കിൽ കൂടി അവർക്ക് അവരുടെ ആ ഒരു കിങ് എന്നുള്ള ആ ഒരു പവർ വിട്ട് അവർ ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. ചെറിയൊരു രീതിയിലൊരു വിഷമം വരുന്നുണ്ട്, കാരണം നിങ്ങളെ വിഷമിപ്പിച്ച് പോയതിൻ്റെ ആ ഒരു വിഷമമുണ്ട്. പക്ഷെ അവരുടെ ജോലിയിൽ അവർ നിൽക്കുന്നുണ്ട്. പക്ഷേ ജോലിയിൽ ചെറിയ രീതിയിലുള്ള ഒരു അശ്രദ്ധ പോലെ കാണിക്കുന്നുണ്ട്. അതാണ് ആ പെൻറ്റക്കിൾസ് 8 ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് ഇതെല്ലാം പാഴായി പോകുന്ന പോലെയുണ്ട്. പിന്നെയും അവർ സേവിങ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. നിങ്ങളെ മയക്കിയെടുക്കാൻ എങ്ങനെയും എന്നാണ് അവരുടെ വിചാരം. പിന്നെ അവർക്കൊരു സംശയം, നിങ്ങളിനിയിപ്പോൾ നല്ല എംപ്രസ്സായിട്ടിരിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിലിരിക്കുകയായിരിക്കും. ആ ഒരു അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയാൽ പോട്ടെ എന്നുള്ള, ഞാൻ എൻ്റെ രീതിയിൽ ഇരിക്കുന്നുള്ളതിൽ ഇരിക്കണതുകൊണ്ടാണോ എന്നറിയില്ല, അവർക്കൊരു വിശ്വാസം നിങ്ങൾ എംപ്രസ്സായിട്ടായിരിക്കുന്നത് ഉണ്ട്, എംപ്രസ്സായിട്ടായിരിക്കണേ. പിന്നെ മൂവ് ഓൺ ചെയ്ത് ചിലപ്പോൾ ഒരു സംശയമുണ്ട്, മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് തോന്നുന്നുണ്ട്. ഒരു ആലോചനയുണ്ട്, വരണോ വേണ്ടോ എന്നുള്ള ആലോചിച്ചിട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരണോ വേണ്ടോ എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. 3 ഓഫ് വാൺസ് പറയുന്നത് അതാണ് കേട്ടോ. ഇതൊക്കെ ആർക്കാ റെസനേറ്റ് ആവുക എന്നറിയില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കൂ കേട്ടോ, അല്ലാത്തവർ വിട്ട് കളയണം. ഇപ്പം നിങ്ങളെ വേദനിപ്പിച്ച് പോയി എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ വേദനിപ്പിച്ച് പോയപ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് അവർക്ക്. ചെറിയൊരു വിഷമമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവരവരുടെ കാര്യങ്ങളിലാണ്. എല്ലാം കണ്ടോ, ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് പവർ ഉപയോഗിച്ചിട്ട് പിന്നെയും നിങ്ങളെ സോപ്പിടുക എന്നൊക്കെ പറയില്ല, ആ സോപ്പ് അതുപോലെയുള്ള ഇതൊക്കെ വെച്ച് മെരുക്കിയിട്ട് എത്ര സിംഹത്തിൻ്റെ വായിലല്ലേ കൈയിടുന്നത്, അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളെ ഇതുവരെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നിരിക്കാം. പിന്നെയും അതുപോലെ തന്നെ വരാമെന്നുള്ളൊരു തോട്ടുണ്ട് അവർക്ക്. അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട്, ജോലിയിൽ വർക്കിൽ ചെറിയതായിട്ട് അശ്രദ്ധ വരുന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. ഇത് കാണിക്കുന്നുണ്ട് ഒരു എംപ്രസ്സാണ് എന്നുള്ള നിങ്ങൾക്കൊരു എംപ്രസിൻ്റെ ഇതുപോലെ തോന്നും. ചിലപ്പോൾ നിങ്ങൾ അവർ കാണിച്ചപ്പോൾ സ്റ്റൈലാണ്, നിങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ സാരില്ല എന്നുള്ളതിൽ ഇരിക്കുന്നുണ്ടാവാം. പിന്നെ മൂവ് ഓൺ ചെയ്ത് പോയോന്നുണ്ട് അവർക്ക്. ഇടയ്ക്കൊരു തോട്ടുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു വിചാരമുണ്ട്, ആലോചനയിലാണ് കേട്ടോ ഇപ്പോൾ. പക്ഷേ ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയണത് അവർ അത്രയും പിന്നെ പവറായിട്ട് തന്നെ നിൽക്കണം. എന്തു വന്നാലും ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ എന്നുള്ള ഒരു ഭാവവുമുണ്ട് അവർക്ക്. ഇപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഈ വ്യക്തി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ വ്യക്തി അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ടോ, അധികം താമസിയാതെ? ഇല്ല. 7 ഓഫ് കപ്സ് ആണ്. അവർക്ക് ആകെ മായാവലയത്ത് പെട്ട് നിൽക്കണ പോലെ അവസ്ഥയുണ്ട് കേട്ടോ. അവർ ഏതിലൊക്കെയോ പെട്ട് കിടക്കുന്നുള്ള അവസ്ഥയാണ്. 7 ഓഫ് കപ്സ് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ വരാൻ സാധ്യതയില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം 7 ഓഫ് കപ്സ് പറഞ്ഞാൽ അത്രയും അവർക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് ചോയ്സസ് കാണുന്നുണ്ട് അവർക്ക്. ആ മായാവലയത്ത് പെട്ട് നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഈ 4 ഓഫ് കപ്സ് പറയുന്നത് അതാണ്. ചെറിയൊരു വിഷമമുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ച് പോയിട്ട് ഇപ്പോൾ ആ ഒരു ചെറിയ വിഷമമേ ഉള്ളൂ. ബാക്കിയുള്ള ആഘോഷങ്ങൾ നടക്കേണ്ട കാര്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും ഈ വിധത്തിലൊക്കെ വരാം എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളെ വശത്താക്കി കൊണ്ടുവരാമെന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെയും നിങ്ങൾ എംപ്രസ്സായിട്ട് ഇരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഡൗട്ട്, നിങ്ങൾ പോയോ ഇനി, അതൊരു സംശയമുണ്ട് ഈ വ്യക്തിക്ക്. നിങ്ങൾ ഇനിയും മൂവ് ഓൺ ചെയ്ത് പോയോ, അയാളെ വിട്ടു പോയോ എന്നും സംശയമുണ്ട്. അതാണ് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഈ 3 ഓഫ് വാൺസ് പറയുന്നത് അതാണ്. ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട്, വരണോ വേണ്ടേ എന്ന്. അപ്പോഴേക്കും ആണ് നോക്കിയപ്പോൾ അത് വരുമോ ഇല്ലയോ എന്ന് നോക്കുമ്പോഴാണ് ഈ ഇത് കാണുന്നത്, 7 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. അതാണ് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഓപ്ഷൻസിൻ്റെ ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. കാരണം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ഇതുപോലത്തുള്ള വ്യക്തികളെ കൂടെ കൂട്ടുമ്പോൾ ഒന്നൊരു ചെറിയൊരു ജാഗ്രത വേണമെന്ന് തന്നെ പറയുന്നത്. ഡിവൈൻ്റെ ഗൈഡൻസ് നോക്കട്ടെ. ഈ വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാമോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഈ വ്യക്തി ഏത് ടൈപ്പിലുള്ള വ്യക്തിയാണ്? ഈ വ്യക്തിയെ വിശ്വസിക്കാമോ? ഈ വ്യക്തിയെ വിശ്വസിക്കാമോ? ക്യൂൻ ഓഫ് കപ്സ് ആണ്. അത്യാവശ്യം സ്നേഹമൊക്കെ ഉണ്ട്, സ്നേഹം ഇല്ലായികയല്ല. പക്ഷേ അവർക്ക് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അതാണ് തോന്നുന്നു, അവർ ആ ഒരു ഇതിലാണ് കിടക്കുന്നതുകൊണ്ടാണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അതൊരു
പിന്നെ നർച്ചറിങ് ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു എന്ന് വെച്ചാൽ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ സമയത്ത് ഈ വ്യക്തിയുടെ സമയത്തിൻ്റെ പ്രശ്നവുമായിരിക്കാം കേട്ടോ, സമയമായിരിക്കാം ഈ വ്യക്തിക്ക് ഈ കപ്സ് എന്ന് കാണിക്കുമ്പോഴുള്ള ഒരു ഇതാണ്. ഈ സമയദോഷമായിരിക്കാം. ഈ വ്യക്തി ഒരുപാട് ഓപ്ഷനിൽ പെട്ട് കിടക്കുന്നുണ്ട്, ഒരുപാട് ചോയ്സസ് ഉണ്ട് ഇവർക്ക് കണ്ടോ. സ്ത്രീകൾ കണ്ടോ, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കുറച്ച് താമസമായിട്ട് തന്നെ കാണിക്കുന്നത്. പക്ഷേ സ്നേഹവുമുണ്ട്, ഈ വ്യക്തിക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് അതാണ്, സ്നേഹവുമുണ്ട്. ഇവിടെ ഒരു പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് കണ്ടോ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അവർ അത് ഇഷ്യൂ ഒന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് അതൊന്ന് സോൾവ് ചെയ്ത് പോകാമെന്നാണ്, സാധാരണ രീതിയിലല്ലാണ്ട് അവരുടേതായ കിങ്ങിൻ്റേതായ ആ രീതിയിലുള്ള ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോകാനാണ്, ഒരു പ്രാക്ടിക്കൽ വേയിലാണ് ഈ ഇഷ്യൂ പ്രോബ്ലം അതൊന്ന് സോൾവ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കണം ഈ വ്യക്തി. അല്ലാതെ നല്ല സ്നേഹം കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ അയാൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം അത്രയും വരാനൊരു താമസം കാണുന്നത്, ഈ പ്രാക്ടിക്കൽ വേയിൽ കൂടി വരിക. പക്ഷേ ഈ ഒരു സ്നേഹമൊക്കെ ഉണ്ട്, സ്നേഹമില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, സ്നേഹമുണ്ട്. സമയമെടുക്കും ഇവർ വരാൻ. ക്യൂനും കപ്സ് എനർജി പറയുമ്പോൾ ഒരു മാസങ്ങളെടുക്കും, മാസത്തിൻ്റെതാണ് കപ്സ് എനർജിയിൽ പറയുന്നത്. വാട്ടറല്ലേ, കുറച്ച് മാസങ്ങൾ എടുക്കുന്നതാണ് ഈ ഇതിൽ ഡിവൈൻ്റെ ഇത് പറയുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വിഷമമുണ്ട്, ചെറിയ രീതിയിലൊക്കെ വിഷമമുണ്ട്. ചെറിയ രീതി വിഷമം അതൊക്കെ കഴിഞ്ഞു, വിഷമത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടും ഇതവിടെ അല്ലെങ്കിൽ ഓഫീസിൽ അവരുടെ അതിൽ സ്ഥലത്ത് ഇങ്ങനെ ആഘോഷങ്ങൾ വേണ്ടതായിരിക്കും. അതാണ് ഇങ്ങനെ ആഘോഷങ്ങൾ കാണുന്നത്. അതും സ്ത്രീ സുഹൃത്തുക്കളുടെ ആഘോഷമാണ് കാണുന്നത് കേട്ടോ. സ്ത്രീകളാണ് കാണുന്നത്, 3 സ്ത്രീകളുടെ അത് കാണില്ലേ, 3 ഓഫ് കപ്സ് കാണിക്കുന്നത്. ജോലിയും ചെയ്യുന്നുണ്ട്, ജോലിയിലും കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ രീതിയിൽ വർക്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതിലൊരു തടസ്സം കാണുന്നത് കണ്ടോ. അതെല്ലാം കുറച്ചൊക്കെ വേസ്റ്റായി, ഈ പെൻഡകൾ ഉണ്ടാക്കുന്ന ഈ എന്തോ ജോലി ചെയ്യുന്നതിൽ കുറച്ചൊക്കെ താഴേക്ക് പോകുന്നു കിടക്കുന്നുണ്ട് കണ്ടോ. അതൊന്നും ശ്രദ്ധയില്ല, അശ്രദ്ധയായിട്ടാണ് ചെറിയ രീതിയിലൊക്കെ ജോലി എടുക്കേണ്ടത്. പക്ഷേ അത്യാവശ്യം സമ്പാദിച്ചിട്ടുണ്ട്, ഈ സമ്പാദ്യമുള്ള വ്യക്തി തന്നെയാണ് ഈ വ്യക്തി, അത്യാവശ്യം സമ്പാദ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ഇത് ഈ എംപ്രസിൻ്റെ ഒരു ഇതിൽ ഇരിക്കുന്നുണ്ട് എന്നൊരു ചിലപ്പോൾ ആ ഭാവമായിരിക്കാം, നിങ്ങളാ കാണിക്കുന്നതായിരിക്കാം എംപ്രസിൻ്റെ ഭാവം. അപ്പോൾ ഈ വ്യക്തിക്ക് വിചാരം നിങ്ങൾ ഈ ഭാവത്തിലിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കണമെന്നൊരു തോന്നൽ കേട്ടോ. പിന്നെ ഒരു സംശയം, ഈ വ്യക്തിക്ക് നിങ്ങൾ പോയോ, മൂവ് ഓൺ ചെയ്തു പോയോ, അങ്ങനെയും ഒരു തോട്ടുണ്ട്. അതാണ് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ എന്നൊരു ചിന്തയും വരും കേട്ടോ. അപ്പോഴാണ് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. അത് നമ്മൾ സമയം എടുക്കട്ടെ, കുറച്ച് കഴിയട്ടെ, കുറച്ച് ഇരിക്കുന്നവരെ ഇരുന്ന് പോട്ടെ എന്നുള്ളതാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഇത് എനർജി വന്നപ്പോൾ അതാണ് കാണിക്കുന്നത്. കുറച്ച് ഇരിക്കട്ടെ, കാരണം വാശിയുടെ ആ ഒരു ഇതാണ്, വാശിയുടെ ഇതിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണത്, ആ സ്ത്രീയായാലും പുരുഷനായാലും കേട്ടോ. എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് കണ്ടോ. ക്യൂൻ ഓഫ് കപ്സാണ് കാണിക്കുന്നത്, നർച്ചറിങ്ങിൻ്റെ കാർഡൊക്കെയാണ്. പക്ഷേ ഒരു കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ മാസങ്ങളെടുക്കും, ഒരു സ്ലോ ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും. അതാണ് ഇത്. ആർക്കാണ് റെസനേറ്റ് ആവുകയെന്നറിയില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കും, അല്ലാത്തൊരു വിട്ടുകളയും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പോസിറ്റീവായി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.